ജനങ്ങളുടെ നടുവൊടിക്കുന്ന അന്യായമായ ഇന്ധനവില വർധനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇരുചക്രവാഹനം തള്ളിയുരുട്ടി നടത്തിയ പ്രകടനത്തിന് ശേഷം സെൻട്രൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ധർണ വെൽഫെയർ പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ.എം. സാദിഖ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അമേരിക്കൻ ദാസ്യവും നയതന്ത്ര പിഴവും ഭരണപരാജയവും മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതഭാരം ജനങ്ങളുടെ മുതുകിൽ കെട്ടിവയ്ക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ഗുജറാത്തികൾക്കു വേണ്ടി 2 ഗുജറാത്തികൾ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ രാജ്യത്തെ തെരുവുകളിൽ പ്രക്ഷോഭമുയർന്നുവരേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് വി.എ. ഹസീബ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി യൂസുഫ് ഹിബ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് വി.എം. ഷഹീർ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി കെ.എ. സാജിദ് നന്ദിയും പറഞ്ഞു. 2014 മുതൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും സംഘവും ഈ രാജ്യത്തിൻ്റെ മേലടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ഭരണകൂട കാഴ്ചപ്പാടുകളുടെ ഫലമാണ് വാസ്തവത്തിൽ ഇന്നിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിയം മേഖലയിലെ വിലവർദ്ധനവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അമേരിക്കൻ ദാസ്യവും നയതന്ത്ര മേഖലയിലെ അവർ വരുത്തിയിട്ടുള്ള വലിയ പിഴവുകളും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഭരണ പരാജയവുമൊക്കെ അത് മറച്ചു പിടിക്കുന്നതിന് ഇന്ന് ഈ രാജ്യത്തെ ജനതയെ മറയാക്കിക്കൊണ്ടിരിക്കുന്നു, പരിചയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ പ്രക്ഷോഭത്തിലൂടെ വെൽഫെയർ പാർട്ടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബജറ്റിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു സന്ദർഭത്തിലാണ് ഇന്ധന വില വർധനവ് എന്ന ഒരു ഇരുട്ടടി കൂടി ഈ രാജ്യത്തെ ജനതയുടെ മേൽ ഭരണകൂടങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 രൂപയോളം രാജ്യവ്യാപകമായി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഗ്യാസ് വില വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭരണകൂടങ്ങൾ ഈ രാജ്യത്തെ ജനതയെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിർവചിക്കാൻ ആവശ്യപ്പെട്ട ഒരു സരസനായ ഒരാളോട് അദ്ദേഹം സൂചിപ്പിച്ചത് 2 ഗുജറാത്തികൾ വാങ്ങുകയും 2 ഗുജറാത്തികൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ പേരായി ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുക. നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന പേരുള്ള 2 ഗുജറാത്തികള് ഈ രാജ്യത്തിന്റെ പൊതുമേഖലയെ ഒന്നടങ്കം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതൊന്നാകെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അദാനിയും അംബാനിയും എന്ന് പേരിട്ടുള്ള 2 ഗുജറാത്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പൊതുമേഖലാ സംവിധാനങ്ങളൊക്കെ 2 ഗുജറാത്തികൾക്ക് വേണ്ടി ഇന്ന് തീരെഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ പണം മുടക്കി ഉദ്ഘാടനം ചെയ്തത് നമ്മൾ അറിയുക. പക്ഷെ ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു, അത് അദാനിയാണ്. ആരാണ് ഈ അദാനി? നരേന്ദ്രമോദിയോടൊപ്പം വളർന്നു വന്ന മറ്റൊരു വ്യവസായിയാണ് അദാനി. നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ പേര് കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം കോടാനുകോടി രൂപയുടെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം സ്ഥാവര ജംഗമ വസ്തുക്കള് കയ്യിലിട്ട് അമ്മാനമാടുന്ന ഭരണാധികാരിയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തനായ കരുത്തനായ ഒരു വ്യാപാരിയായി വ്യവസായിയായി
നമ്മൾ ഇന്ന് അദാനിയെ പരിചയപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യുവാക്കള് എന്താണ് അതിന്റെ പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ ജഡ്ജി അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നുമുണ്ടായ ഒരു സംഭവ വികാസമാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ജനത അവര് പാറ്റകളെ പോലെ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും വിഭവങ്ങളെയും തിന്നു തീർക്കുന്നു എന്ന് ഒരു തെറ്റായ പരാമർശം നടത്തിയപ്പോൾ, പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് കൊക്കറോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പ്രസ്ഥാനത്തിന് മുന്നേറ്റത്തിന് ഇവിടെ രൂപം കൊടുത്തപ്പോൾ, പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിലേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ക്ലോസ് ചെയ്യിക്കേണ്ടി വന്നു ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതാണ് ജനാധിപത്യത്തിന്റെ കരുത്തും കാമ്യം എന്ന് പറയുന്നത്. പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, തെരുവോരങ്ങളെ പ്രക്ഷോഭങ്ങളാക്കി മയമാക്കേണ്ടതുണ്ട്, പ്രിയമുള്ളവരെ. എന്നാൽ മാത്രമേ ഇത്തരം തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ, പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും ഒരു പിന്മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും അത്തരം ഒരു പ്രക്ഷോഭത്തിന് ഒരു എളിയ തുടക്കം എന്നുള്ള നിലക്ക് വെൽഫെയർ പാർട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐതിഹാസിക പ്രക്ഷോഭം അതിന് കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് എന്ന് വ്യാപകമായ ഒരു പ്രചരണം സംഘപരിവാറിന്റെ സോഷ്യൽ ഹാൻഡിലുകളിൽ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് തിരിച്ചറിയണം. ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില ഏറെക്കുറെ നമുക്കറിയാം. പ്രത്യേകിച്ച് 2010 UPA സർക്കാർ തീരുമാനം എന്തെന്ന് ചോദിച്ചാൽ, പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വകവെച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനെതിരെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാരണം ഒരു കാരണവശാലും കമ്പനികൾക്ക് വില നിയന്ത്രണാധികാരം കൊടുക്കരുത്, അത് രാജ്യത്തിന്റെ ഭരണകൂടമാണ് ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തിൽ പെട്രോളിന് ഒരു 35 പൈസ വർദ്ധിപ്പിച്ചു രാജ്യത്ത്. വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യം കൂടിയുണ്ട്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ക്രൂഡ് ഓയിലിന് ഏറ്റവും വില കൂടി നിന്ന ഒരു സാഹചര്യമായിരുന്നു 2013. ഏതാണ്ട് $124 ആയിരുന്നു അന്ന് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. 2013 മുമ്പും 2013 ശേഷവും രാജ്യത്ത് അങ്ങനെ ഒരു വില വർധന ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ UPA സർക്കാരിന് നിർബന്ധിതാവസ്ഥയിൽ പെട്രോളിന് വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. അന്ന് അവർ വർദ്ധിപ്പിച്ചത് 35 പൈസയാണ്. ഈ സന്ദർഭത്തിൽ BJP കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഈ ജനകീയ സമരത്തെ BJP ഏറ്റെടുത്തു. അന്ന് ദേശവ്യാപകമായി BJP സമരം നടത്തി. അന്ന് പറഞ്ഞത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണ അധികാരം കമ്പനികൾക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അന്യായമായി 35 പൈസ പെട്രോളിന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ സാമൂഹ്യ തിന്മയെ, ഈ രാജ്യദ്രോഹത്തെ നമുക്ക് തടയിടാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളിതാ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ദേശവ്യാപകമായി രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് കാളവണ്ടി സമരം എന്ന് പേരിട്ടുകൊണ്ട് അന്ന് സംഘപരിവാറുകാർ സമരം നടത്തി. എന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഒരു അവസരം നൽകൂ, ഈ രാജ്യത്ത് പെട്രോളിന്റെ വില ഞങ്ങൾ 50 രൂപയിൽ പരിമിതപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് BJP അന്ന് അധികാരത്തിൽ വന്നത്. ഇന്ന് നമുക്കറിയാം, അതുപോലെയുള്ള അനേകം വ്യാജങ്ങൾ ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഒരു 2 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ത്യ ഒരു തിളങ്ങുന്ന ഇന്ത്യയായി മാറാൻ പോവുകയാണ്. മാത്രമല്ല, ലോക സാമ്പത്തിക ശക്തിയിൽ 4ാമത്തെ ശക്തിയായി ഇന്ത്യ രാജ്യം മാറാൻ പോവുകയാണ്. 1ാമത് അമേരിക്കയും, 2ാമത് ചൈനയും, 3ാമത് ജർമ്മനിയും, 4ാമത് ജപ്പാനുമാണ് ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ. അതിൽ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ജപ്പാനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യം കയറി നിൽക്കാൻ പോവുകയാണ് എന്ന് പറയും.
ഇത് പറയുമ്പോൾ സംഘപരിവാർ ഹാൻഡിലുകളെല്ലാം വലിയ കയ്യടി കേൾക്കാം. ഇപ്പോ അദ്ദേഹം വീണ്ടും രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ ഉദ്ഘാടക പ്രഭാഷകൻ സൂചിപ്പിച്ചു, നിങ്ങളുടെ കാറുകൾ തൽക്കാലം വീട്ടിൽ നിന്ന് ഇറക്കരുത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്വകാര്യ വാഹനങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ബസ്സുകളിൽ കഴിയുമെങ്കിൽ ട്രെയിനുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾ സ്വർണം വാങ്ങിക്കരുത്. കാരണം ഇപ്പോ ഈ ധനം നിങ്ങളുടെ ആഗോള മേഖലയിൽ, നിങ്ങളുടെ ഇപ്പൊ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് സ്വർണം മേടിക്കാനിരിക്കുന്നവർ ഒരല്പം അത് മാറ്റിവെക്കണം. നിങ്ങളുടെ വാഹനങ്ങളിൽ പെട്രോളിന്റെ വില എത്രയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. $100 താഴെയാണ്, $100 താഴെയാണ് ഇന്നൊരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത് 80 രൂപ താഴെയിൽ വേണമെങ്കിൽ ഇപ്പോൾ പെട്രോൾ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ക്രൂഡ് ഓയിലിന്റെ വില വെച്ച് നോക്കുമ്പോ 80 രൂപ താഴെയിൽ ഇന്ന് പെട്രോൾ കൊടുക്കാം. പക്ഷേ കൊടുക്കാതെ 109 രൂപ വിലയിലേക്ക് പെട്രോൾ എത്തിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണിത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ സംഘപരിവാർ ഹാൻഡുകളിൽ നിന്ന് ചോദിക്കുന്ന പോലെ 3 രൂപയല്ലേ വർദ്ധിപ്പിച്ചുള്ളൂ? വെറും 3 രൂപയല്ലേ വർദ്ധിപ്പിച്ചുള്ളൂ? നിങ്ങൾ ഒരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ 5 രൂപ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇവര് നിസ്സാരവൽക്കരിച്ച് പറയുന്നത് പോലെ 1 ലിറ്റർ പെട്രോളിന് കേവലം 3 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ നമുക്കാർക്കും ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ 1 ലിറ്റർ പെട്രോളിന് 3 രൂപ വർദ്ധിക്കുമ്പോ രാജ്യത്തെ മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ, പച്ചക്കറി മുതൽ പാല് വരെ, അതുപോലെ തന്നെ ബസ് ചാർജ് മുതൽ ഇലക്ട്രിസിറ്റി ചാർജ് വരെ, മരുന്ന് മുതൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. തലവേദനയ്ക്ക് കഴിക്കുന്ന പാരസെറ്റാമോൾ മുതൽ ജീവൻ നിലനിർത്താൻ വേണ്ടി വയോവൃദ്ധരായ മനുഷ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഹീലർ വരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കേവലം 3 രൂപ പെട്രോളിന് വർദ്ധിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രമല്ല ഈ സമരം നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,